കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയിലെ കോടതിയലക്ഷ്യ ഹർജിയിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഹൈക്കോടതി. ഹർജിയിൽ കോടതിയലക്ഷ്യമില്ല എന്ന് എങ്ങനെ പറയുമെന്ന് കോടതി ചോദിച്ചു. കോടതിയലക്ഷ്യമുണ്ടെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് എന്നും വീണ്ടും പഴയ നിലപാട് ആവർത്തിക്കുകയാണെന്നും കോടതി വിമർശിച്ചു. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, ഇപ്പോൾ ഈ വിഷയത്തിൽ പലതവണയായി സർക്കാരിന് ഹൈക്കോടതിയിൽ നിന്നും അതിരൂക്ഷ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ എന്താണ് ഏറ്റവും ഒടുവിൽ കോടതി പറഞ്ഞിരിക്കുന്നത്? കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ INTUC-യുടെ സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനും ഒപ്പം അന്നത്തെ MD ആയിരുന്ന K രതീഷുമാണ് പ്രതികൾ. ഇവർക്കെതിരെ CBI അന്വേഷണം പൂർത്തിയാക്കിയിരുന്നു. പക്ഷേ കുറ്റപത്രം നൽകിയെങ്കിലും പ്രോസിക്യൂഷൻ അനുമതി നൽകാൻ സർക്കാർ തയ്യാറായില്ല. വ്യവസായ വകുപ്പ് കഴിഞ്ഞ 2 തവണയും ഇത് സംബന്ധിച്ച അനുമതി നിഷേധിച്ചിരുന്നു. തുടർന്ന് കൊല്ലം സ്വദേശി കടകംപള്ളി മനോജ് നൽകിയ കോടതിയലക്ഷ്യ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ഇതിലാണ് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനെതിരെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്, വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. ഹർജിയിൽ കോടതി ലക്ഷ്യമില്ല എന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വാദം. ഇത് ഹൈക്കോടതി തന്നെ തള്ളുന്നു. ഹർജിയിൽ കോടതി ലക്ഷ്യമില്ല എന്ന് എങ്ങനെ പറയുമെന്നതാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ചോദ്യം. കോടതി ലക്ഷ്യം ഉണ്ടെന്ന് നേരത്തെ തന്നെ കോടതി വ്യക്തമാക്കിയതാണ്. നിങ്ങൾക്ക് നേരത്തെ എടുത്ത നിലപാട് തിരുത്താൻ സമയം തന്നതുമാണ്. വീണ്ടും പഴയ നിലപാടാണ് ആവർത്തിക്കുന്നതുമാണ് ഹൈക്കോടതി ഇന്ന് വ്യവസായ വകുപ്പിനെ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് വ്യക്തമാക്കുകയും ചെയ്തത്.